ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ആണ്. ഇന്ന് നമ്മളൊരു ചെറിയൊരു ട്രിപ്പ് പോവാണ്. അപ്പോൾ പോകുന്നത് കോട്ടയത്ത് കിടങ്ങൂർ അടുത്തുള്ള നീർക്കാട് സ്ഥലം, അവിടെയുള്ളൊരു തണലോരം എന്ന ഒരു സ്ഥലത്തേക്കാണ്. ഗൈസ്, ഞങ്ങൾ പോകുന്നത് അയർക്കുന്നത്തുനിന്ന് ബസ്സിനാണ് പോകുന്നത്. നീർക്കാട് എന്നിട്ട് ഓട്ടോ പിടിച്ച് പോകാമെന്നാണ് ഒരു ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറി. ഈ സ്ഥലത്ത് ഇതുവരെ പോയിട്ടില്ല, ആ ഭാഗത്തേക്കൊന്നും. അപ്പം വഴി അറിയത്തില്ല. വഴി ചോദിച്ചു പോകാൻ വേണ്ടിയാണ്. കറക്റ്റ് സ്ഥലം എവിടെയാണെന്ന് അറിയത്തില്ല. അപ്പം ചോദിച്ച് പോകാൻ വേണ്ടിയായിരിക്കും. ഞാൻ ഒറ്റയ്ക്കല്ല, അമ്മയും ഉണ്ട്. അമ്മയും ഞാനും കൂടിയാണ് പോകുന്നത്. ഗൈസ്, എൻ്റെ സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ട്. എനിക്ക് പനിയായിരുന്നു. അപ്പോൾ സൗണ്ട് ഓക്കെ ആയി വരുന്നുള്ളായിരുന്നു. അതുകൊണ്ട് സൗണ്ട് ഇച്ചിരി ഇതാണ്, സൗണ്ട് പോയിരിക്കുക, അതിങ്ങനെ പറയുന്നു. അപ്പം ബസ്സിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ഇറങ്ങിയപ്പോൾ ഓട്ടോ ഒന്നും അവിടെ ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് അവിടെ നിന്ന് നടന്നിട്ട് ചെന്നിട്ടാണ് ഓട്ടോ കിട്ടിയത്. ഓട്ടോക്കാരന് കറക്റ്റ് സ്ഥലം എവിടെയാണെന്ന് അറിയാമായിരുന്നു. അപ്പോൾ ഗൈസ്, ഞങ്ങൾ തണലോരത്ത് വന്നു. ഇതാ ഫ്രണ്ട് ഭാഗമാണ്. തണലോരം എന്ന് പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് ഭാഗം ഇങ്ങനെയാണ്, ഒരു സ്റ്റെപ്പ് ഇങ്ങനെ പോലെ, അങ്ങനെ വെള്ളമൊക്കെ. ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെയാണ്. ഫോട്ടോ എടുക്കാനൊക്കെ നല്ല സീനറി ഉണ്ട്. സ്ഥലം നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പം ഞങ്ങൾ ഉള്ളിലേക്ക് കയറി പോകാൻ തുടങ്ങുവാണ്. ഒരു ഫ്രണ്ട് ഇവിടെ വന്നായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞത് കേട്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചത്. ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ലാത്തൊരു സ്ഥലമായതുകൊണ്ട് പോകാൻ തോന്നി. അപ്പോൾ അതനുസരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി സ്ഥലമാണ്. ഫോട്ടോ ഞങ്ങൾ കുറേ എടുത്തു. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ നല്ല അടിപൊളി സ്ഥലമാണ്. ഫസ്റ്റിലേ ചെന്നപ്പോൾ തന്നെ ഊഞ്ഞാലുണ്ടായിരുന്നു. ഊഞ്ഞാലാടി. പിന്നെ അപ്പുറത്തോട്ട് പോയാലും ഊഞ്ഞാലുണ്ട്. ഇവിടെ ഫുള്ളി മറ്റേ മുള അങ്ങനത്തെ ഇതാണ്. നല്ല സീനറിയൊക്കെയാണ്, നല്ല രസമാണ്. അപ്പുറം ഇപ്പുറമൊക്കെ ഊഞ്ഞാലുണ്ട്. ഊഞ്ഞാലാടി ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഉണ്ടല്ലോ, ഇതിൻ്റെ സൈഡിലൊക്കെ നമ്മൾ പോയിരിക്കുമ്പം താഴോട്ട് പോകാൻ നോക്കണം. താഴോട്ട് പോയാൽ ഉറപ്പായിട്ടും വെള്ളത്തിൽ കിടക്കും. അപ്പം നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ആണെങ്കിലും ആ താഴോട്ട് ആ ഇരിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്, ആ സൈഡിലൊക്കെ ചിലപ്പോൾ വെള്ളത്തിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അകത്തേക്ക് കയറി കഴിയുമ്പം മുളകളങ്ങനെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വെച്ചിട്ട് ഇരിക്കുന്ന ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അകത്തേക്ക് ഉള്ളിലേക്ക് കയറി പോകാൻ പിന്നെ കപ്പിൾസ് ഉണ്ടായിരുന്നു, കുറേ കപ്പിൾസ് ഉണ്ടായിരുന്നു. ഞാനും അമ്മയും കൂടിയാണ് പോയത്. അപ്പം ഞങ്ങൾ ഫുൾ അകത്തേക്കൊന്നും കയറി പോയില്ല. ഏറ്റവും നടുക്കത്തെ ഭാഗം വരെ പോയി. അവിടെ കുറച്ച് നേരം ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് പിന്നെ വന്ന് ഊഞ്ഞാലാടി. എന്നിട്ട് ഞങ്ങൾ പോവുകയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ നിന്നാൽ പകുതി ആ നടുക്കത്തെ ഭാഗത്ത് അവിടെ നിന്നാൽ തന്നെ ആ അകത്തോട്ടുള്ള ഏരിയയൊക്കെ നന്നായിട്ട് കാണാം കേട്ടോ. പിന്നെ ബോട്ടിംഗ് ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. ഞങ്ങൾ കയറിയൊന്നുമില്ല. പിന്നെ ഞങ്ങൾ അവിടെ പോയി കുറച്ച് നേരം ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തതിന് ശേഷം തിരിച്ചു പോകുന്നു. അന്നേരത്തേനും ഉച്ചയാവാറായിരുന്നു. വിശക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പള്ളിയിലും പോകണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ മണർകാട് പള്ളിയിൽ പോകണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പള്ളിയിലേക്ക് പോയി. അപ്പോൾ ഞങ്ങൾ രാവിലെ വന്ന് വിളിച്ച ഓട്ടം തന്നെ, ആ ഓട്ടോ ചേട്ടൻ്റെ നമ്പർ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഓട്ടോ വീണ്ടും വിളിച്ചിട്ട് ആ ഓട്ടോയ്ക്ക് തന്നെയാണ് ഞങ്ങൾ പള്ളിയിലേക്ക് പോയത്. അപ്പം നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വരണം. ഇത് നല്ല സ്ഥലമാണ്. ഇത് കോട്ടയത്തുള്ള കിടങ്ങൂർ നീർക്കാട് അടുത്തുള്ള തണലോരം എന്ന സ്ഥലമാണ്. ഇനി ഞങ്ങൾ അടുത്ത് പോകാൻ പോകുന്നത് മണർകാട് പള്ളിയിലേക്കാണ്. പള്ളിയിൽ ഇന്ന് എന്തെങ്കിലും കഴിച്ചിട്ടേ ഞങ്ങൾ പള്ളിക്കകത്തേക്ക് കയറുന്നുള്ളൂ. നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും രാവിലെ കഴിക്കുന്ന കാര്യം ചിലപ്പോൾ വിട്ടുപോകും. ബസ് നേരത്തെ കിട്ടാൻ വേണ്ടി അങ്ങനെയൊക്കെ നമ്മൾ രാവിലെ കഴിക്കാതെയൊക്കെ ഇറങ്ങും. അപ്പോൾ ഉച്ചയായപ്പോഴത്തേനും നല്ല വിശപ്പുണ്ടായിരുന്നു. എന്തായാലും കഴിച്ചതിന് ശേഷം മാത്രമേ മണർകാട് പള്ളിയിലേക്ക് കയറുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ മണർകാട് പള്ളി അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി ബിരിയാണിയാണ് കഴിച്ചത്. എനിക്കും ബിരിയാണിയായിരുന്നു. അമ്മയും ബിരിയാണി തന്നെയാണ് കഴിച്ചത്. എനിക്ക് ഏറ്റവും ഇഷ്ടം ചിക്കൻ ബിരിയാണിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണ് ചിക്കൻ ബിരിയാണി. വിശപ്പുള്ളത് കൊണ്ട് പെട്ടെന്ന് കഴിച്ച് കയറുന്നു. ചിക്കൻ ബിരിയാണി കഴിച്ച് കഴിഞ്ഞ് മുട്ടയുണ്ടായിരുന്നു. മുട്ട ഞാൻ കഴിച്ചില്ല. ഞങ്ങൾ പള്ളിയുടെ ഫ്രണ്ട് വശത്ത് വന്നിട്ടുണ്ട്.
അപ്പം അമ്മ തിരി മേടിക്കാൻ വേണ്ടി പോയതാണ്, തിരി കത്തിക്കാൻ വേണ്ടി. തിരി വെളി കത്തിച്ചിട്ട് അകത്ത് കയറി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. അപ്പം ഞങ്ങൾ തിരി കത്തിച്ചിട്ട് പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം പള്ളിയുടെ പുറത്ത് ഇരുന്നതിന് ശേഷം എനിക്ക് 2 ടോപ്പ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ടോപ്പ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ കടയിൽ കയറി. പിന്നെ അമ്മയ്ക്ക് ചെരുപ്പ് മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ചെരുപ്പ് മേടിക്കാനും കടയിൽ കയറി. ചെരുപ്പ് മേടിച്ചേക്കുന്നത് അയർക്കുന്നത്തുള്ള കണിയാങ്കുന്നേൽ എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്നാണ്. അവിടെ ഇഷ്ടം പോലെ ചെരുപ്പിൻ്റെ സെലക്ഷൻ ഉണ്ട്. അവിടെ നിന്നാണ് അമ്മയ്ക്ക് ചെരുപ്പ് മേടിച്ചത്. ചെരുപ്പ് അമ്മയ്ക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് സാധനം മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ സാധനം മേടിക്കാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റിൽ പോയി. കുറച്ച് സാധനങ്ങൾ മേടിച്ച്, പൊടികളൊക്കെ മേടിച്ച്, പിന്നെ അരി മേടിച്ച്, പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ച്. ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഞങ്ങളെപ്പോഴും സാധനങ്ങൾ മേടിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഓയിലും മുളക് പൊടി അങ്ങനത്തെ മഞ്ഞൾപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ പാക്കറ്റായിട്ടുള്ള, അതും പിന്നെ അവൽ, സോപ്പ് പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് മേടിക്കുന്നത്. പിന്നെ ബിസ്ക്കറ്റ് എല്ലാം ഉണ്ട്. പിന്നെ പുട്ടുപൊടി അങ്ങനത്തെയൊക്കെ. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം മേടിച്ച് കഴിഞ്ഞപ്പം ഭയങ്കര വെയിറ്റായിരുന്നു. പിന്നെ ഇപ്പോൾ അരിയും കൂടി മേടിച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര വെയിറ്റായിരിക്കും. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ഓട്ടോ പിടിച്ചിട്ടാണ് പോയത്. വെയിറ്റല്ലേ. പിന്നെ വീടിൻ്റെ ഫ്രണ്ട് വരെ ഓട്ടോയ്ക്കാണ് പോയത്. ബസ്സൊക്കെ ഇതും കൊണ്ട് കയറാൻ ഭയങ്കര പാടാണ്. ഗൈസ്, ഈ വീഡിയോ എടുത്തേക്കുന്നത് എൻ്റെ ഓൾഡ് ഫോണിൽ വീഡിയോ ഇല്ല. എൻ്റെ ഓൾഡ് ഫോണിലാണ് ഈ വീഡിയോ എടുത്തേക്കുന്നത്. അതുകൊണ്ട് ക്ലാരിറ്റി ഭയങ്കര മോശം. അത് പഴയ ഫോണായിരുന്നു. അപ്പോൾ ഇനി എടുക്കുന്ന വീഡിയോ ഒക്കെ നല്ല ക്ലാരിറ്റിയുള്ള ഫോണിലാണ് എടുക്കുന്നത്. ഇങ്ങനെ കുറച്ച് മങ്ങിയ പോലെ ഇരിക്കുന്നു. എനിക്ക് ഇനി നന്നായിട്ട് വീഡിയോ എടുക്കണമെന്നുണ്ട്, പുതിയ ഫോണായതുകൊണ്ട്. ഇപ്പോൾ ബില്ലടിക്കുവാണ് സാധനത്തിൻ്റെയൊക്കെ. ബില്ലടിച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങളൊരു നാരങ്ങാ വെള്ളം കുടിക്കാൻ വേണ്ടി പോയി. ഞങ്ങൾ എവിടെ പോയാലും നാരങ്ങാ വെള്ളം കുടിക്കും. ഭയങ്കര ദാഹമല്ലേ. അത് നല്ല വെയിലായിരുന്നു. അപ്പം നാരങ്ങാ വെള്ളമൊക്കെ കുടിച്ചിട്ട് കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചിട്ടൊക്കെ പതുക്കെ ഓട്ടോ വിളിച്ച് ഓട്ടോയിൽ കയറി സാധനങ്ങളൊക്കെ ആയിട്ട് വീട്ടിലേക്ക് പോവുക. പിന്നെന്താ, പിന്നെ വേറെ ഒന്നും കഴിച്ചൊന്നുമില്ല. നാരങ്ങാ വെള്ളം മാത്രമേ കുടിച്ചുള്ളൂ. പിന്നെ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേന് മൂടിക്കെട്ടി, മഴ പെയ്യാറായായിരുന്നു. ഇതാണ് വീട്. മഴ മൂടി, മഴ ഇപ്പം പെയ്യുമെന്ന് പറഞ്ഞ പോലെയായിരുന്നു. പിന്നെ ഞങ്ങൾ ചെന്ന ഉടനെ കാപ്പി ഇട്ട് കുടിച്ചു. പിന്നെ നൂഡിൽസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കി കഴിച്ചു. അപ്പോൾ ഗൈസ്, എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.